നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനെതിരെ അന്വേഷണ സംഘം മൂന്നാമത്തെ കുറ്റപത്രം സമർപ്പിച്ചു. സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് നെടുമങ്ങാട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഇതോടെ എല്ലാ കേസുകളിലും കുറ്റപത്രം നൽകി. 750 പേജുള്ള കുറ്റപത്രത്തിൽ 140 സാക്ഷികളുണ്ട്. സാമ്പത്തികമായ കാരണങ്ങളാണ് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും കുറ്റപത്രത്തിലുണ്ട്. സഹോദരനും കാമുകിയും അടക്കം 5 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതിയായ അഫാൻ നിലവിൽ പൂജപ്പുര ജയിലിലെ വിചാരണ തടവുകാരനാണ്. സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ സാജിദ, പിതൃമാതാവ് സൽമാ ബീവി എന്നിവരാണ് അഫാൻ തലക്കടിച്ചു കൊലപ്പെടുത്തിയത്. അഫാന്റെ പിതാവിന്റെ ഉമ്മ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ആദ്യ കുറ്റപത്രം. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു 450 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. തനിച്ച് വീട്ടിൽ താമസിച്ചിരുന്ന വൃദ്ധയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. അഫാന്റെ ദൂർത്തും വഴിവിട്ട ജീവിതവും സൽമാ ബീവി എതിർത്തിരുന്നു. കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല അഫാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഇവർ നൽകിയില്ല. ഈ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് കുറ്റപത്രം. ബന്ധുക്കളോട് പണം ആവശ്യപ്പെട്ടിട്ടും നൽകാത്തതിലെ വൈരാഗ്യമാണ് പിതൃ സഹോദരനെ കൊന്നതിന് കാരണം. കൊലപാതകം, അതിക്രമിച്ചു കയറൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് അഫാനെതിരെ ഈ കേസിൽ ചുമത്തിയിരിക്കുന്നത്. 600 പേജുള്ള കുറ്റപത്രത്തിൽ 360 സാക്ഷികളാണുള്ളത്. അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയുന്നതിനിടെ കഴിഞ്ഞ ദിവസം തൂങ്ങി മരിക്കാൻ ശ്രമിച്ചിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന അഫാൻ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരുന്നു. മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയ അഫാനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയതോടെ കേസിന്റെ ഗതി എന്താകുമെന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉയർന്നത്. നിലവിൽ അഫാന്റെ ആരോഗ്യനില കേസുകളെ ബാധിക്കുന്ന അവസ്ഥ തന്നെയാണ്. കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങാൻ പ്രതിയുടെ സാന്നിധ്യം ആവശ്യമാണ്. ഓർമ്മശക്തി നഷ്ടപ്പെട്ടാൽ വിചാരണ ഇത് ബാധിക്കും. ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് 2-3 ദിവസങ്ങൾ പിന്നിട്ട ശേഷമായിരുന്നു അഫാന്റെ ആത്മഹത്യാ ശ്രമം ഉണ്ടായത്. തൂങ്ങി മരിക്കാനുള്ള ശ്രമത്തിൽ കഴുത്തിലെ ഞരമ്പുകൾക്ക് മാരകമായാണ് പരിക്കേറ്റിട്ടുള്ളത്. സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഡോക്ടർമാർ തീവ്ര പരിശ്രമം നടത്തുകയായിരുന്നു. ഓർമ്മശക്തി തിരികെ കിട്ടാൻ ചികിത്സ തുടരേണ്ടി വരുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ശാരീരികമായി മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാലും 3-4 മാസം ചികിത്സ തുടരേണ്ടി വരും. തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞത് കനത്ത ക്ഷതമാണ് ഉണ്ടാക്കിയത്. തലച്ചോറിന്റെ ക്ഷതങ്ങളുടെ സങ്കീർണത മനസ്സിലാക്കുവാൻ ഇടവിട്ടുള്ള MRI സ്കാനിംഗ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപകടനില ഇനിയും തരണം ചെയ്തുവെന്ന് പറയാറായിട്ടില്ല. നേരിയ പുരോഗമനം മാത്രമാണ് ഉണ്ടായത്. ജീവൻ രക്ഷിക്കാനായാലും സാധാരണ നിലയിലേക്കുള്ള മടങ്ങിവരവിൽ ഡോക്ടർമാർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. വിവിധ ഡോക്ടർമാരുടെ സംഘം അഫാനെ പരിശോധിക്കുകയാണ്. അബോധാവസ്ഥയിലായിരുന്ന അഫാന് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ 3 തവണയാണ് അപസ്മാരമുണ്ടായത്. തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. തലച്ചോറിനും ഹൃദയത്തിനും സാരമായ ക്ഷതമുണ്ടെന്ന് ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. പേര് വിളിച്ചപ്പോൾ കണ്ണു തുറക്കാൻ ശ്രമിച്ചതായി ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. വശങ്ങളിലേക്ക് നോക്കുവാൻ പറയുമ്പോൾ കണ്ണ് കൃത്യമായി അനക്കുകയും ഉൾപ്പെടെ ചെയ്തതിന് പിന്നാലെയാണ് ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത്. എന്നാൽ അപകടനില പൂർണ്ണമായി തരണം ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. ഓക്സിജൻ നൽകുന്നുണ്ട്. വായിലൂടെയും മൂക്കിലൂടെയും ട്യൂബ് ഇട്ടു. ഉണ്ടാകാൻ സാധ്യതയുള്ള അണുബാധ, ഹൃദയാഘാതം തുടങ്ങിയ സങ്കീർണതകളെ അതിജീവിക്കുന്നതനുസരിച്ചായിരിക്കും അഫാൻ അപകടനില പൂർണ്ണമായും തരണം ചെയ്യുന്നത്. തലച്ചോറിൽ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ ഏറെക്കാലം കിടപ്പ് രോഗിയായി തുടരേണ്ടി വരും. പ്രായം കുറവായതുകൊണ്ട് ചിലപ്പോൾ കൃത്യമായ ചികിത്സയും പരിചരണവും ലഭിച്ചാൽ കാലതാമസം എടുത്താലും ശരി രോഗമുക്തി നേടാനാകുമെന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ജയിൽ അധികൃതർ ഈ അഫാന്റെ പിതാവ് റഹീമിനെ വിവരമറിയിച്ചിരുന്നു. അഫാൻ ചെയ്തതിന്റെ ഫലം അഫാൻ തന്നെ അനുഭവിക്കട്ടെ എന്നാണ് പിതാവ് അബ്ദുൾ റഹീം പറഞ്ഞത്. അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ. അതിൽ കൂടുതൽ മറ്റൊന്നും പറയാനില്ല. എന്താണ് ചെയ്തതെന്ന് അഫാന് കൃത്യമായി അറിയാമല്ലോ. അപ്പോൾ അനുഭവിക്കുക തന്നെ വേണമെന്നായിരുന്നു പിതാവിന്റെ പ്രതികരണം. അവൻ മരിക്കരുത്. ചെയ്ത കാലം തെറ്റോർത്ത് ഇനിയുള്ള കാലം നരകിച്ചു ജീവിച്ച് തീർക്കണം. ബാക്കി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. വാപ്പയും ഉമ്മയും വരുത്തിച്ചു വെച്ച കടം മകന്റെ മനസ്സ് താളം തെറ്റിച്ചു. എന്തൊക്കെ പറഞ്ഞാലും അവനെ ജീവിച്ചിരിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു വേദന തന്നെയാകും. അവൻ പോട്ടെ, ഇങ്ങനെയുള്ളവരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇനി എന്തിനാ? ഇവന്റെ ശിക്ഷ വിധിച്ചുവെന്ന് ഓർത്താൽ മതി. ഒരു ചെറുപ്പക്കാരന് വന്ന ഗതി. പട്ടിണിയും പരിവട്ടവുമാണെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ സുഖമായി ജീവിക്കാമായിരുന്നു. മാതാപിതാക്കൾക്കും കൂടപ്പിറപ്പിനും കുടുംബക്കാർക്കും കൂട്ടുകാർക്കും താങ്ങും തണലുമായ സന്തോഷത്തോടെ. പക്ഷേ ഒരു നിമിഷത്തെ എടുത്തുചാട്ടം പല കുടുംബങ്ങളെയും സ്വന്തം കുടുംബത്തെയും ഇല്ലാതാക്കി. തുടങ്ങി നിരവധി പ്രതികരണങ്ങളാണ് ഉയർന്നത്. ഒരാൾ മരണത്തിലേക്ക് പോകുമ്പോൾ എത്ര ദുഷ്ടനായിരുന്നാലും നല്ലത് മാത്രമേ പറയാവൂ. മോശമായിട്ട് സംസാരിക്കരുത് എന്നൊക്കെ ഒരുപാട് പേർ പറയുന്നുണ്ട് എങ്കിലും പക്ഷേ അവൻ ചാകണമെന്ന് ഒരേ സ്വരത്തിൽ തന്നെയാണ് എല്ലാവരും പറയുന്നത്. നിയമം കൊടുക്കുന്നത് വധശിക്ഷയാണെങ്കിൽ പോലും അവൻ അതിനല്ല അർഹൻ. ഇത്തരത്തിൽ നരകിച്ചു ചാകണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. പൈശാചികമായി 5 പേരെ കൊലപ്പെടുത്തിയിട്ട് ഒരു നിമിഷം പോലും ഒരു പതർച്ച കാണിക്കാതെ അതൊക്കെ പോലീസിന് മുന്നിൽ ഏറ്റുപറഞ്ഞു. തെളിവെടുപ്പിൽ അത് വീണ്ടും കാണിക്കുകയും ചെയ്തപ്പോൾ പോലും ഒരു ഭാവഭേദം പോലും അവൻ കാണിച്ചിരുന്നില്ല.
പിന്നീട് പ്രത്യേക സുരക്ഷാ സെല്ലിൽ ആ നികൃഷ്ടൻ മരണം തന്നെ തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാം അവൻ എത്രത്തോളം നീറിപ്പുകയുന്നുണ്ടെന്ന്. എല്ലാ മനുഷ്യരെയും പോലെ തന്നെ ഈ ഒരു അഭിപ്രായമുള്ളവരാണ് അഫാന്റെ മാതാപിതാക്കളും. ഈ കുടുംബത്തിൽ നിന്ന് അഫാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നത് പിതാവ് റഹീം മാത്രമാണ്. പക്ഷേ എന്നിട്ട് പോലും ഇന്ന് ആ പിതാവ് ആരാലും വേദനകളെ തുടച്ചു മാറ്റാനാകാതെ സ്വന്തം വീട് നഷ്ടപ്പെട്ട ഉമ്മയെ പരലോകത്തേക്ക് പറഞ്ഞയച്ച വീട്ടിൽ മറ്റുള്ളവരുടെ കനിവ് കൊണ്ട് ജീവിതം തള്ളി നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് മകന്റെ ചുറ്റിക പ്രയോഗത്തിന് ബാക്കി പത്രമായി മനസ്സിന്റെ ബലവും ശരീരബലവും നഷ്ടപ്പെട്ട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള ഒരു ചോദ്യം പോലും ബന്ധുക്കളിൽ നിന്ന് കേൾക്കാനാകാതെ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ് ആ ഉമ്മ. ഇത്തരത്തിൽ ആ കുടുംബത്തെ ചിതറിച്ച അഫാൻ ചെയ്ത തെറ്റെന്താണെന്നും അതിന്റെ ശിക്ഷ അവന് കിട്ടണമെന്നും തന്നെയാണ് ആ ജീവിച്ചിരിക്കെ തന്നെ ജീവനില്ലാതായ ആ മാതാപിതാക്കളടക്കം ആഗ്രഹിക്കുന്നത്. അഫാന്റെ അഭിഭാഷകൻ സജു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഡോക്ടർമാരെയൊക്കെ കണ്ടിരുന്നു. ഗുരുതരമായ സ്ഥിതി തന്നെയാണെന്നാണ് ഡോക്ടർമാർ വിവരിച്ചിട്ടുള്ളത്. അഫാനെ കാണാനും പിന്നീട് അനുവദിച്ചു. ആത്മഹത്യാശ്രമത്തിൽ ദുരൂഹത ഉണ്ട് എന്നും അന്വേഷണം ആവശ്യപ്പെട്ട ആഭ്യന്തര വകുപ്പിന് പരാതി നൽകുമെന്നുമാണ് ഈ അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അഫാന്റെ ആത്മഹത്യാശ്രമത്തിൽ ജയിൽ ജീവനക്കാർക്ക് വീഴ്ചയില്ല എന്നാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. തടവുകാരനെ നിരീക്ഷിക്കുന്നതും ആത്മഹത്യാശ്രമം നടത്തിയ ഘട്ടത്തിൽ ഇടപെടുന്നതിലും ജീവനക്കാർ വീഴ്ച വരുത്തിയിട്ടില്ല. ശുചിമുറിയിൽ കയറി വാതിലടച്ചതിൽ അസ്വാഭാവികത തോന്നിയപ്പോൾ ജീവനക്കാർ ഇടപെട്ടു. വാതിൽ ചവിട്ടിത്തുറക്കുമ്പോൾ തറയിൽ കാലുകൾ മുട്ടിയ നിലയിലായിരുന്നു. ഉടൻ തന്നെ നിലത്തിറക്കി ആശുപത്രിയിൽ എത്തിച്ചതിനാലാണ് ജീവൻ നഷ്ടപ്പെടാതിരുന്നതെന്ന് സൂപ്രണ്ട് ജയിൽ വകുപ്പ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ആത്മഹത്യാ പ്രവണത ഉള്ളതിനാൽ പ്രത്യേക നിരീക്ഷണം വേണ്ടവരെ പാർപ്പിക്കുന്ന ബ്ലോക്കിലാണ് അഫാനെ താമസിപ്പിച്ചിരുന്നത്. അഫാനടക്കം 2 പേർ മാത്രമാണ് ഒരു സെല്ലിൽ. സഹതടവുകാരനോട് അഫാനെ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ ഞായറാഴ്ചയായിരുന്നതിനാൽ രാവിലെ 11 മണിയോടെ ബ്ലോക്കിൽ തന്നെയുള്ള പ്രത്യേക മുറിയിൽ TV കാണാനുള്ള സൗകര്യമൊരുക്കിയിരുന്നു. അഫാനെ നിരീക്ഷിക്കുന്ന സഹതടവുകാരൻ ഫോൺ ചെയ്യാൻ പോയപ്പോഴാണ് ഈ അലക്കി ഉണക്കാനിട്ട മുണ്ടെടുത്ത് ശുചിമുറിയിൽ കയറി അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ജയിൽ ഉദ്യോഗസ്ഥർ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന UTB ബ്ലോക്കിലാണ് അഫാനെ പാർപ്പിച്ചിരുന്നത്. പ്രതി മുൻപ് ജീവനെടുക്കാൻ ശ്രമിച്ചതിനാൽ അതീവ സുരക്ഷ വേണമെന്ന് പോലീസിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നിട്ടും കൃത്യമായ സുരക്ഷ ഒരുക്കാത്ത നടപടിയിൽ ഉന്നതതല അന്വേഷണം ആദ്യമൊക്കെ ആരംഭിച്ചിരുന്നു. ജയിലിൽ എത്തിയ ശേഷവും അഫാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ കണ്ടിരുന്നു. ശാന്തമായാണ് എല്ലാവരോടും പെരുമാറിയത് എങ്കിൽ പോലും ആരോടും വലിയൊരു അടുപ്പം കാണിച്ചിരുന്നില്ല. അഫാൻ വിഷാദ രോഗത്തിന്റെ പിടിയിലായിരുന്നുവെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. വിഷാദ രോഗത്തിന് ഡോക്ടർമാരെ കണ്ടിരുന്നു. ആത്മഹത്യാ പ്രവണതയും കാണിച്ചിരുന്നു. അതിനാൽ സദാസമയം ജയിൽ അധികൃതരുടെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു അഫാൻ. പിതാവ് വിദേശത്ത് കുടുങ്ങിയപ്പോൾ അഫാനും ഉമ്മയും സഹോദരനും അടങ്ങിയ കുടുംബത്തിന് 48 ലക്ഷം രൂപയോളം കടം പെരുകി. ഇതിൽ വഴക്കു പറഞ്ഞതിൽ കടം വീട്ടാൻ സഹായിക്കാത്തതിനെയും വൈരാഗ്യത്തിലൊക്കെയാണ് ഈ ഉറ്റവരെ അഫാൻ കൊലപ്പെടുത്തിയത്. കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാൻ പോലീസ് കസ്റ്റഡിയിലും ജീവനെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.